الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم، ولا تجسسوا ولا يغتب بعضكم بعضا، أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه، واتقوا الله إن الله تواب رحيم. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഒരു ഇലക്ഷന്റെ മൂഡിലാണ് എല്ലാവരും ഉള്ളത്. സാധാരണ ജനങ്ങൾക്ക് വരെ ആവേശം കൂടുതൽ വരുന്നൊരു സന്ദർഭമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വാദമുന്നയിച്ചും തർക്കിച്ചും വോട്ട് പിടിച്ചും, ഒരുപക്ഷെ ഈ പള്ളിയിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത പാർട്ടികളുണ്ടാവും, ആദർശങ്ങളുണ്ടാകും, അതിന് പ്രവർത്തിക്കുന്നവരുണ്ടാകും. ഒരിക്കലും തഖ്വ മസ്ജിദിന്റെ മെമ്പർ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കില്ല. മറിച്ച് ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്. ഒന്ന്, പല വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടാവും. ഞങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ട് ഇനി എന്തിനാണ്, ആരെ ജയിപ്പിച്ചിട്ടെന്താ, നമുക്ക് ഉപകാരമൊന്നുമില്ലല്ലോ. ഒരു ഭാഗത്ത് വോട്ട് ചോരി ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആ വഴിക്ക് നിൽക്കണ്ട എന്ന് ചിന്തിക്കുന്ന, നിരാശ അടയുന്ന ആളുകളുണ്ട്. നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ട, ഈ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും ഇന്ത്യ ജനാധിപത്യ രാജ്യം തന്നെയാണ്. നമുക്ക് പ്രവർത്തിക്കാൻ ഇടമുള്ള ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വമെങ്കിൽ അതിലെ ഓരോ ജനതയുമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ അവസാന ശ്രമം വരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച നേതാവായില്ല, വ്യക്തിയായില്ല, രാഷ്ട്രീയ പാർട്ടിയായില്ല എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള നിരാശകൾ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ, എൻ്റെ ആരാധനകൾക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ, എന്നെ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന്, എൻ്റെ പള്ളികളിൽ നിന്ന് പുറത്താക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ എനിക്ക് ആർക്ക് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് തീരുമാനിക്കാം. അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തികൾക്ക് അത് ചെയ്യാതിരിക്കുക എന്നുള്ള നമ്മളുടെ സുരക്ഷിതത്വത്തെ നമ്മൾ സ്വീകരിക്കാൻ നല്ലതാണ്. പക്ഷെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമാധാനം അവന്റെ അടിമകൾക്ക് തരും. അതിലൊരിക്കലും നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. ഒരു പുലരിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമിൽ കാഫിറൂൻ. കാഫിരീങ്ങളായ ജനതയല്ലാതെ അള്ളാഹുവിന്റെ ആശ്വാസത്തിന് തൊട്ടവർ നിരാശരടയുകയില്ല എന്നാണ്. നമ്മളിനി എങ്ങനെ വന്നാലും ഇത് ഫാഷിസത്തിന്റെ കരങ്ങളിലല്ലേ എന്ന പ്രയാസത്തിലേക്ക് നീങ്ങാനല്ല, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ ഒരു പുലരി നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. ഏറെ ശ്രദ്ധയൂന്നുന്ന ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബിയായി 13 വർഷക്കാലത്തെ പ്രബോധന ജീവിതം മക്കയിൽ നിലകൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ, കഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനോട് നാട് വിട്ടുപോകാൻ എത്യോപ്യയുടെ മണ്ണിൽ ഹിജറ പോയി തിരിച്ചു വന്നിട്ടും രക്ഷയില്ല. അവസാനം കൂടെയുണ്ടായിരുന്നവരോട് നാടുവിടാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ കാത്തിരിക്കുമ്പോ അവിടെയും അള്ളാന്റെ അനുവാദം കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ, നിങ്ങൾക്കിനി യസ്രിബിന്റെ മണ്ണിലേക്ക് ഹിജറ പോകാം. റസൂലുള്ള ഹിജറ പോണ രംഗാണ്. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുണ്ട്. നിങ്ങൾ നോക്ക്, പ്രവാചകന്റെ തലക്ക് ഇനാം പ്രഖ്യാപിച്ച സന്ദർഭം. ജനിച്ച നാടിലെല്ലാം വിട്ടുപോയി കണ്ണീരോടെ കഅബാലയത്തിനോട് യാസ പറഞ്ഞു, അലിംതു അന്നക ഖൈറു അർളില്ല, എനിക്കറിയാം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് നീയാണ്. പക്ഷെ നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും എനിക്ക് ഈ മണ്ണിൽ നിൽക്കാമായിരുന്നു എന്ന് ഉയരമുള്ള ഓരോ സ്ഥലങ്ങളിലും തന്റെ കഅബയിലേക്ക് തിരിഞ്ഞു നോക്കി പിച്ച വെച്ച് നടന്ന് മക്കയുടെ മണ്ണിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പിറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് യാത്ര പറയുമ്പോ അവിടെയും റസൂലുള്ളാഹിനെ വിടാൻ അവർക്ക് ഒരുക്കമല്ല. തലയെടുക്കുന്നൻ ഇനാമകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുറാഖത്ത് ബിൻ മാലിക് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് തന്റെ വാഹന മൃഗവുമായി അടുത്തെത്തി പിടികൂടാൻ. റസൂലുള്ളാഹിന്റെ പുറമെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ പിടികൂടിയാൽ ഇനാമ കൂടുതലാണ്. രണ്ടുപേരുണ്ട്. അദ്ദേഹത്തിന്റെ വാഹന മൃഗത്തിന്റെ കാലുകൾ മണ്ണിലേക്ക് താന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിടിക്കില്ല, ക്ഷമാപണം നടത്തി. അദ്ദേഹം രക്ഷപ്പെട്ട സന്ദർഭത്തിൽ വീണ്ടും അയാൾ ആലോചിക്കാൻ കിട്ടാവുന്ന ഇനാമിനെ സംബന്ധിച്ചാൽ വീണ്ടും പ്രവാചകനെ പിടിക്കാൻ തന്നെ മുന്നോട്ട് പോയി. അപ്പോഴും ആ വാഹന മൃഗത്തിന്റെ കാലുകൾ താന്നുപോയി. വീണ്ടും അദ്ദേഹം ക്ഷമാപണം നടത്തി രക്ഷപ്പെടുമ്പോ പിന്നെ തീരുമാനിക്കണത് എനിക്ക് ആ ഇനാമ് വേണം തന്നെ. വീണ്ടും പ്രവാചകനെ പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോഴും ഇയാൾ അപകടത്തിൽ പെടാൻ. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി ഇത് നുബുവത്താണ്, പ്രവാചകത്വമാണ്. അതുകൊണ്ട് തന്നെ ഇനി രക്ഷപ്പെടാൻ പഴുതില്ല എന്ന് കണ്ടു അദ്ദേഹം ആ റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ, അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, സുറാഖ, പേർഷ്യന്റെ കിരീടവും ചെങ്കോലും നിന്നെ അണിയിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സുറാഖ. പ്രതീക്ഷയുടെ പുലരി. അന്ന് പേർഷ്യ എന്ന് പറഞ്ഞ ലോകത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയെ തൊടാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്താ? മക്ക എന്ന നാടുമില്ല, മദീനയ്ക്ക് എത്തിയിട്ടില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, കൂടെ അനുയായികളില്ല, കയ്യിലൊന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൂടെ നമ്മളുടെ ഭാഷ പറഞ്ഞ മുത്തുനബി എവിടെയും എത്താതെ ഒരു തെരുവിലാണ്. പക്ഷെ റസൂല് പറഞ്ഞത് പേർഷ്യന്റെ കിരീടം നിന്നെ അണിയിപ്പിക്കുമെന്നാണ്. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖാദിസിയ എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുദ്ധത്തിലൂടെ പേർഷ്യന്റെ സിംഹാസനം അട്ടിമറിക്കുമ്പോ അതിന്റെ ചെങ്കോല് സുറാഖയുടെ കയ്യിൽ കൊടുത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ അന്ന് പറഞ്ഞ വാക്കിനെ യാഥാർത്ഥ്യമാക്കി പ്രഖ്യാപിക്കുമ്പോ, പ്രിയമുള്ളവരെ, എവിടെയും വിശ്വാസികൾക്കുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇന്ന് അതിന്റെ ഒരു പുലരി നമ്മൾ കാണുന്നവോ, അതുപോലെ ഏത് വ്യത്യസ്തമായ തലങ്ങൾ വന്നാലും ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിലാണെങ്കിൽ പോലും
എന്നെ കൊണ്ട് കഴിയാവുന്ന ആയുധം ഇന്നൊരോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വിലപേശാൻ കഴിയുന്നത് അതാണെങ്കിൽ, എന്റെ ആയുധങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ പുലരിയുടെ പ്രതീക്ഷകളെ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനമെടുക്കാൻ ഞാൻ കാഫിറല്ല, എനിക്ക് നിരാശയില്ല, എന്റെ റബ്ബിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ തീരുമാനമാണ് നമ്മളിലൂടെ വരേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ ആവേശത്തിലായിരിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദുനിയാവിലെ വിജയം എല്ലാട്ടോ പ്രധാനം, പരലോകത്തിന്റെ വിജയം. വാർഡിന്റെയോ പഞ്ചായത്തിന്റെയോ വിജയമല്ല, പരലോകത്തിന്റെ വിജയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദുനിയാവിലെ വിഭവങ്ങൾ അല്പമാണ്. അല്ലാഹനെ സൂക്ഷിക്കുന്നവർക്ക് ഖൈറായിട്ടുള്ളത് പരലോകമാണ്. ആ പരലോകം വിജയിക്കണം. ദുനിയാവിലെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് മരണം വരെയാണ്, അത് മരണം വരെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു പാർട്ടിക്കാരനെ അധികാരം കൊടുക്കാൻ വേണ്ടി നമ്മളുടെ പരലോകത്തെ നമ്മൾ കളയരുത്. ഒന്നുകൂടെ അടിവരയിട്ട് വെച്ചോ. ഒരു പാർട്ടിക്കാരന് അധികാരം കൊടുക്കാൻ വേണ്ടി നമ്മളുടെ പരലോകത്തെ നമ്മൾ കളയരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ആരാന്റെ ദുനിയാവിന് വേണ്ടി നമ്മളുടെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ, പരലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്ത്, ഇതൊക്കെ അത് ഇലക്ഷന്റെ ഭാഗമല്ലേ, ഇത് ദീനിന്റെ ഭാഗമല്ലല്ലോ, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് നമ്മൾ നീങ്ങരുത്. ചെറിയൊരു നേട്ടത്തിന് വേണ്ടി വലിയൊരു നഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ. കാരണം ഏറ്റവും വലിയ നഷ്ടപ്പെടയാ അവരുടെ ശരീരത്തിനും അവരുടെ കുടുംബത്തിലും ഖിയാമത്ത് നാളിൽ നഷ്ടം വരുത്തിയവരാണ്. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിയണേ നിങ്ങള്, അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്നുള്ളതാണ്. നമുക്കിഷ്ടപ്പെട്ടൊരു സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം, പാർട്ടീനെ അധികാരത്തിൽ കൊണ്ടുവരണം. നമ്മൾ അതിനു വേണ്ടി തലങ്ങും വിലങ്ങും ഓടി, നാവിനെ ശ്രദ്ധിച്ചില്ല, ദീനെ ശ്രദ്ധിച്ചില്ല, ഇബാദത്ത് ശ്രദ്ധിച്ചില്ല, ആവേശങ്ങളും ആരവങ്ങളും മലതല്ലി മറ്റുള്ളവനെ കുത്തി പറയുമ്പോൾ ഓർത്തില്ല. പക്ഷേ ഈ ഭരണമൊക്കെ കഴിയും. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ പ്രിയമുള്ളവർ, അവിടെ ഒരു നഷ്ടം നമുക്ക് പിണഞ്ഞു പോയാൽ അതാണ് ഏറ്റവും വലിയ ശാശ്വതമായ നഷ്ടം. കുടുംബത്തെ നഷ്ടപ്പെടുത്തിയവർ, അവരുടെ ശരീരത്തെ ഖിയാമത്ത് നാളിൽ നഷ്ടം വരുത്തിയവർ എന്നുള്ള സൂറത്ത് സുമർ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒന്ന്, നമ്മളുടെ നാവിനെ വല്ലാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏഷണിയും പരദൂഷണമൊക്കെ അത് ഇലക്ഷൻ കാലത്തൊക്കെ ഹലാലാവുന്ന നമ്മൾ ആരും വിചാരിക്കേണ്ട. അത് ഏത് കാലത്തും നമുക്ക് ഹറാമ് തന്നെയാണ്. അതൊക്കെ വല്ലാതെ അതിനൊക്കെ ഒരു തത്വം നമ്മൾ മനസ്സിൽ വെച്ചേക്കാൻ. നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആളാണോ, മറുചേരിയിലുള്ള ആളാണോ, അയാളെപ്പറ്റി എന്തും പറയാം എന്നൊരു ലൈസൻസ് ഒന്നും വിശ്വാസിക്കില്ലേട്ടോ. നമുക്ക് എന്തും പറയാന്നുള്ളതല്ല, നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. പറഞ്ഞ് ലൈംഗികാരോപണങ്ങൾ വരെ പറയാൻ മടിയില്ലാത്തവരായി നമ്മളൊക്കെ മാറുകയാണ്. അത് പറയാൻ ഞാൻ പറഞ്ഞു, ഇപ്പൊ നടക്കുന്ന വലിയൊരു ഇഷ്യൂവിനെ പറ്റിയിട്ടൊന്നല്ല പറയുന്നത്. നമ്മളുടെ ചങ്ങരംകുളം എന്ന് പറയുന്ന പ്രദേശത്തിനെ പറ്റിയും നമ്മളുടെ നാടിനെ പറ്റി, നമ്മളുടെ വാർഡിനെ പറ്റിയിട്ടൊക്കെ തന്നെയാ പറയണേ. എതിരാളിനെ പറ്റി എന്തും പറയാം. നിങ്ങളിതൊക്കെ ഒരു വിശ്വാസിനെ പറ്റി ലൈംഗിക ആരോപണം നടത്തുമ്പോൾ അതിന്റെ അപകടത്ര വലുതാണ്. പ്രത്യേകിച്ച് ഈ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ വരെ രംഗത്തിറങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞാൽ അവർ മുഅ്മിനാത്തുകളാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 7 സബഉൽ മൂബിഖാത്തുകളെ മഹാപാപങ്ങൾ എണ്ണുമ്പോ അതിൽ വ്യഭിചാരം എണ്ണിയിട്ടില്ല. അതിന്റെ അർത്ഥം വ്യഭിചാരം അനുവദനീയാണ്, ഇളവുണ്ട് എന്നല്ല, വ്യഭിചാരത്തെക്കാളും കടുപ്പുള്ളൊന്ന് പറഞ്ഞോടെ. അതുകൊണ്ടാണ്. അതെന്താണ്? വ്യഭിചാര ആരോപണമാണ്. ഖദ്ഫുൽ മുഅ്മിനാത്തിൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്. ആ തെറ്റ് ചെയ്യാത്ത വിശ്വാസിനികളെ പറ്റി അപവാദം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ മഹാ അപരാധമാണ് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഏത് അപരാധങ്ങൾ പറയുമ്പോ, നാവ് കൊണ്ട് ഏഷണി പറയുമ്പോ, നാവ് കൊണ്ട് പരദൂഷണങ്ങൾ പറയുമ്പോ,
ഓർക്കണേ നിങ്ങള് അതൊരു വ്യക്തിയോട് പറയുക എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടങ്ങളില് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു വിരൽ കൊണ്ട് വരുത്തുന്ന തിന്മ ഒരു വ്യക്തിയോട് പറയുന്നതിനേക്കാളും മാരകമായി ആയിരക്കണക്കിന് ആളുകളുടെ ചെവികളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, മാരകമായ തിന്മയായി നമ്മിലത് വന്നെത്തുമെന്നുള്ളതാണ്. മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പർ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂനൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവനെന്ന്, ആരാണ് ദരിദ്രനായവനെന്ന് സഹാബ നിങ്ങൾക്കറിയോ? അവര് പറഞ്ഞു, റസൂലേ, ദിർഹമും ദീനാറുമൊന്നും കയ്യിലില്ലാത്തവനാണ്. നിവർന്നിരുന്ന ലോകത്തിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, യഥാർത്ഥമായ മുഫ്ലിസ് ദരിദ്രൻ ആരാണെന്നറിയോ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസക്കാ, നമസ്കാരമായി, നോമ്പായി, സക്കാത്തായി, പുണ്യകർമ്മങ്ങളായി അള്ളാന്റെ കോടതിയിൽ വരുന്ന, നോക്കി അമലുകളെ കൊണ്ട് സമ്പന്നനായി അള്ളാന്റെ കോടതിയിലൂടെ വരുന്ന മനുഷ്യൻ. വയഅതി വഖദ് ശതമ ഹാദാ, അവനൊരു മനുഷ്യനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും. വഖദഫ ഹാദാ, ഒരാളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ടാകും. വഅക്കല മാല ഹാദാ, മറ്റൊരാളുടെ സമ്പത്തിനെ ഭക്ഷിച്ചിട്ടുണ്ടാകും. വസഫക ദമി ഹാദാ, മറ്റൊരാളുടെ രക്തം ഒഴുക്കിയതായ മനുഷ്യനായിരിക്കാം. വളറബ ഹാദാ, മറ്റൊരാളെ അടിച്ചവനായിരിക്കാം. ചീത്ത പറയാ, ആരോപണങ്ങൾ നടത്തുക, സമൂഹത്തിലൂടെ അകറ്റി പറയാ, മറ്റുള്ളവന്റെ സമ്പത്തിനെ ഭക്ഷിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ രക്തമൊഴുക്കുക, അവനോട് മർദ്ദിക്കുക, ഇതൊക്കെ അവനൊരു സൈഡിലൂടെ ചെയ്തിട്ടുണ്ട്. മറുഭാഗത്തോ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഈ അമലുകളൊക്കെ ആയിട്ട് കടന്നു വരുമ്പോ മുത്തനബി പറയാണ്, ഇവന്റെ അമല് മുഴുവനും അവർക്ക് വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ടാകും. രാവിലെ പള്ളിയിൽ നിന്ന് സുബഹി ജമാഅത്തും കഴിഞ്ഞ് അതിന്റെ കൂലിയൊക്കെ നേടിയെടുത്ത് ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലിയാണ് ഒരു സുബഹിന്റെ ജമാഅത്തിന്. അതൊക്കെ നിസ്കരിച്ച് അള്ളാഹിനോട് മനമുരുകി പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി 8-9 മണിയാവുമ്പോ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയത്. എതിരാളികളെ പറ്റിയിട്ട് ഒരുപക്ഷെ മോശമായി കുറെ സംസാരിച്ചു, ആളുകളോട് മോശമായി ചിത്രീകരിച്ചു. എന്ത് കിട്ടി നേട്ടം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ നമ്മൾ പറയണ വ്യക്തി സുബൈദ് പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നമ്മളുടെ സുബഹി അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ഒന്നുമില്ലാത്ത ദരിദ്രനായി മാറി. ഇനി നിങ്ങൾ ആലോചിച്ചോ, അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ല, ഇവൻ പോലും ചെയ്തിട്ടില്ല എങ്കിൽ മുത്തനബി പറയാ, അവന്റെ തിന്മ ഇവന് വേണ്ടി കൊടുക്കപ്പെടുന്ന. എന്നിട്ട് അവസാനമോ സുമ്മ തുരിഹ ഫിന്നാർ, അവന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാവിനെ സൂക്ഷിച്ചേ പറ്റൂ. നാവിനെ കൺട്രോൾ ചെയ്യാതെ അള്ളാന്റെ മുമ്പിൽ അത് ഇലക്ഷനല്ലേ, അത് രാഷ്ട്രീയമല്ലേ, അത് മതമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അള്ളാന്റെ മുമ്പിൽ ഹിസാബിൽ രാഷ്ട്രീയം ഒന്നാണ്, ദീനും ഒന്നാണ്, പൊതുകാര്യങ്ങളും ഒന്നാണ്. നീ മുഅ്മിനാണോ? അള്ളാന്റെ നിയമം അനുസരിക്കണുണ്ടോ? അള്ളാന്റെ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് അവളൊക്കെ വിചാരിക്കും ഉള്ള കാര്യങ്ങളല്ലേ. സമൂഹത്തിൽ പറയാൻ അള്ളാഹു അനുവദിച്ച ലിമിറ്റേഷൻസുകളുണ്ട്. ഒരു സമൂഹത്തിന്റെ പൊതു ഉപദ്രവത്തെ തടയാൻ, ആളുകൾക്ക് പൊതുവിൽ ഒരു നന്മയുണ്ടാക്കാൻ, അത് പൊതുവായ കാര്യങ്ങളാണ് പറയാം. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാളെ അറ്റാക്ക് ചെയ്ത് അയാളുടെ പച്ചമാംസം കഴിച്ച്, ഇതൊന്നുമല്ല നമ്മളുടെ പ്രചരണങ്ങളെന്ന് അങ്ങനെ നമ്മളുടെ ഭാഗത്തുനിന്ന് കടന്നു വന്നാൽ തീർച്ചയായും അള്ളാന്റെ കോടതിയിലെ ഉത്തരം നൽകേണ്ടി വരുന്നതാണ്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതിക്കേൾപ്പിച്ചൊരായത്തില്ലേ, സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ-ളന്ന, ധാരാളം ഊഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ഊഹങ്ങൾ വേണ്ട. ഇന്ന ബഅദ-ളന്നീസും, കാരണം പല ഊഹങ്ങളും പാപമാണ്. ചില ഊഹങ്ങളൊക്കെ പാപങ്ങളാണ്. എന്നിട്ട് പറയാം, വലാ തജസ്സസു, നിങ്ങളെ ചാരപ്രവൃത്തി ചെയ്യാൻ പാടില്ല. ചാരപ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതേത് മേഖലയിലും. അത് അനുവദിച്ച യുദ്ധത്തിന്റെ രണഭൂമി പോലെയുള്ള ഇടങ്ങളിൽ മാത്രമാണ്. അടുത്ത വീട്ടിൽ എന്താ നടക്കണേ നോക്കാൻ പാടില്ല. അവരുടെ പാർട്ടി ഓഫീസിൽ എന്താ നടക്കണേ അതിന്റെ പിന്നാലെ ഓടാൻ പാടില്ല. ചാരപ്രവൃത്തി നിങ്ങൾ നടത്തരുത്. വലാ യഅ്തബ് ബഅദുക്കും ബഅദാ, പരസ്പരം നിങ്ങൾ പറയരുത്, പരദൂഷണം നിങ്ങൾ പറയരുത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക ഖുർആനിന്റെ ഉപമ, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീ, നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? മൈത, അവൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അവന്റെ ശരീരത്തിന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമു, അതിനെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ
അതുപോലെ തന്നെയാണ് മറ്റൊരാളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ വാക്ക് നിങ്ങൾ മറക്കരുത്. സഹോദരന്റെ പച്ചമാംസമാണ് തിന്നുന്നത്. സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ഇലക്ഷന്റെ ആവേശങ്ങളും കൂടെയുള്ള ആളുകളുടെ അംഗബാഹുല്യങ്ങളും കണ്ട് ഇതിങ്ങനെ കക്ഷത്തിലും തിരികി റോഡിലേക്ക് ഇറങ്ങുമ്പോ ഓർക്കണേ വാക്ക് അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്തെങ്കിലും സംഭവിച്ചു പോയവരോട് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ല പശ്ചാത്താപം സ്വീകരിക്കുന്നവരാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ട് പൊരുത്തപ്പെട്ട് പിന്മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തുമാവാമെന്നുള്ള ധാരണകൾ ഉണ്ടാവരുത്. മഹാനായ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഗൈബ മിനൽ കബായിർ, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് പരദൂഷണം പറയല്. കാരണം എന്താ അറിയോ? എന്നിട്ട് അദ്ദേഹം പറയാ, നിങ്ങളുടെ അമലു സാലിഹാത്ത് കൊണ്ട്, നിസ്കാരം കൊണ്ടോ നോമ്പുണ്ടോ സക്കാത്തുണ്ടോ ഹജ്ജ് കൊണ്ട് പോലും അത് പരിഹരിക്കപ്പെടൂല എന്നാണ്. ഇവിടുന്ന് എല്ലാ തോന്നിവാസവും പറഞ്ഞ് അടുത്ത ഹജ്ജിന് ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് മാസം വരാനിരിക്കാൻ അള്ളാന്റെ കഅബാലയത്ത് പോയിട്ട് പൊറുത്തു തരണേ എന്ന് പടച്ചവനോട് പറഞ്ഞിട്ട് പരിഹരിക്കപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? അത് പൊരുത്തപ്പെടേണ്ടത് ആരെപ്പറ്റി പറഞ്ഞോ? ആ വ്യക്തികളാണ്. പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞെന്നറിയോ? കടത്തിനേക്കാളും വലിയ അപകടമാണ് ഈ നാവ് കൊണ്ടുള്ള പ്രശ്നം എന്നുള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അതിനെ പല ആളുകളും ഏറ്റെടുക്കും, അത് സമൂഹത്തിൽ വ്യാപിക്കും. നമുക്ക് എവിടെ തിരുത്താൻ കഴിയുമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിൽ ഏറ്റവും തിന്മയുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹാബ. ഏറ്റവും സമൂഹത്തിൽ ശർറുള്ളവരാരാണ്? അവർ ഏഷണി പറയുന്നവരാണ്, സ്നേഹബാധനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളാണ്. ജനങ്ങൾക്കിടയിൽ ഏഷണി പറഞ്ഞ് നടക്കുന്നവരെ, സ്നേഹമുള്ള ജനങ്ങൾക്കിടയിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നവരെ, അവരാണ് ജനങ്ങളിൽ ഏറ്റവും ശർറുള്ളവർ. എന്നാണ് ഈ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ഇനി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ആരാധനകളെ അവഗണിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. അള്ളാന്റെ പള്ളിയിൽ 5 വക്ത് നിസ്കരിക്കാൻ വന്നിരുന്ന മനുഷ്യന്, പക്ഷെ ജമാഅത്തിന്റെ നേരത്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോ കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടാവും. വലിയ സീനിയർ നേതാവ് വന്നിട്ടല്ലേ, അവന്റെ ജമാഅത്ത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഈ പരിപാടി അങ്ങോട്ട് തീർക്കാം. ആ നേതാവിനേക്കാളും വലുതാണ് അല്ലാഹ്, ആ പാർട്ടിനേക്കാളും വലുതാണ് അല്ലാഹ്. നിസ്കാരത്തിന്റെ സമയം പിന്നീട് ബാക്കി വെക്കുന്ന ആരാധനകളിൽ വീഴ്ച വരുന്നൊരു സാഹചര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. വക്തുകൾ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല. വിശ്വാസിയും കാഫിറും തമ്മിലുള്ള വ്യത്യാസം പോലും നിസ്കാരാണെന്നാണ്. അതുകൊണ്ട് അത്ര ഗൗരവമുള്ള വിഷയം. ഈ നേതാക്കന്മാരെക്കാളും പാർട്ടികളെക്കാളൊക്കെ ഉള്ളിൽ വരേണ്ട മഹബത്ത് ആരോടാ? അള്ളാഹിനോടാണ്. ആ അള്ളാഹ് വിളിക്കാൻ നിങ്ങള് 5 നേരം എന്നോട് വന്ന് സംസാരിക്ക്. നമുക്കതിനേക്കാളും വലിയ കാര്യമുണ്ടോ? പിന്നെ മഹബത്ത് ഉണ്ടാവേണ്ടത് ആരോടാ? ലോകത്തിന്റെ മുത്തിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളില് പൊന്നുമോളെ ഫാത്തിമ നീ എവിടെയൊന്നല്ല, ഹസനെ ഹുസൈനെ എവിടെയൊന്നല്ല, ഉപ്പാപ്പാന്റെ കവിളിൽ ഒരു ചുംബനം നൽകുമെന്നല്ല. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ എവിടെയൊന്നല്ല. അള്ളാന്റെ ഹബീബ് വിളിച്ചത് ചങ്ങരംകുളത്തിന്റെ തഖ്വ പള്ളിക്കുള്ളിൽ ഒരുമിച്ച് കൂടിയവരെ നമ്മെ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്ന് അള്ളാന്റെ മുത്തുനബി മരിക്കുന്നതിന് മുമ്പ് വിളിച്ചൊരു വാക്കുണ്ട്, ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ. നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ഗൗരവത്തോടെ കാണണേ, നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തോടെ കാണണേ. നിസ്സാരമായ ചില ട്രെൻഡുകളുടെ പേരിൽ വീഴ്ച വരുത്തല്ലേ, നീട്ടിവെക്കല്ലേ, ഇളവ് വരുത്തല്ലേ, ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവല്ലേ. ശ്രദ്ധിക്കണം നമ്മള്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് സ്ത്രീ സാന്നിധ്യം കൂടുതലുള്ള സമയമാണ്. സ്ത്രീ പ്രാതിനിധ്യം അതങ്ങനെ കൂടുതൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കുറച്ചു വർഷങ്ങൾക്ക് പുറകിൽ ഇത്രയും ലേഡീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നാട്ടിൽ മുഴുവൻ അവരുടെ ഫ്ലക്സുകളാണ്, അവരുടെ പ്രചാരണങ്ങൾക്ക് അവരിറങ്ങുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയൊക്കെ അവരുടെ കൂടെ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. ഞാനത് ഒന്ന് നിങ്ങളോട് പറയണത്, വസ്ത്രധാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകളൊക്കെ നിർബന്ധിച്ചപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പൊ പർദ്ദട്ടാൽ ഓട്ട് കുറയില്ലേ എന്നുള്ളൊരു ധാരണ
പർദ്ദട്ട് നടക്കുന്ന ഇസ്ലാമിന്റെ ഷിയാറുകൾ ഉപയോഗിച്ചിരുന്ന ഉമ്മമാരുടെ ഫ്ലക്സ് വരെ നാട്ടിൽ പൊങ്ങുമ്പോ ഒരു ഷിയാറുമില്ലാത്ത അവസ്ഥയിലാണ്. വലിയൊരു തിന്മക്ക് നമ്മൾ കാരണക്കാരായി വെക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അത്തരം മേഖലകളെ ആ വസ്ത്രധാരണത്തിലെ, അതുപോലെ തന്നെ ഒറ്റക്കാകുന്ന സഹോദരിമാർ അന്യപുരുഷന്മാരോടുകൂടെ ഒറ്റക്കാകുന്ന സന്ദർഭം അള്ളാഹുവിന്റെ ദീന് വെറുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് വോട്ട് പിടിക്കാനുള്ളൊരു വലിയൊരു തന്ത്രം സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പോയി കെട്ടിപ്പിടിക്കുക, കൈ കൊടുക്കുക, പ്രത്യേകതരം ആക്ഷനിലൂടെ കൈ മുട്ടിക്കുക, ഇതൊക്കെ നാളുകൾ പുതിയ പുതിയ ട്രെൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പാടില്ല എന്നൊരു മിമ്പറിൽ വെച്ച് പറയും നിങ്ങൾ 6-ാം നൂറ്റാണ്ടെന്ന വണ്ടി കിട്ടാച്ചോരാൻ, നിങ്ങൾക്കിതുവരെ നേരം വെളുക്കാച്ചോരാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഈ ഇലക്ഷൻ പോലും സാക്ഷി വച്ചില്ലേ വോട്ട് പിടിക്കാമെന്നവരെ പീഡനം നടത്തിയിട്ട് തിരിച്ചുപോയ വാർത്തന്നെ അഊദു ബില്ലാ. യാഥാർത്ഥ്യമല്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്നില്ലേ? ഇസ്ലാം എവിടെയും മനുഷ്യനെ പടച്ച റബ്ബാണ് മനുഷ്യന്റെ കാറ്റലോഗ് തന്നിട്ടുള്ളത്. മനുഷ്യന് പിഴക്കാം, പക്ഷെ അള്ളാഹ്ക്ക് പിഴക്കൂല. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലോകത്തിന്റെ പ്രവാചകനിൽ കൊടുത്ത വഹിയിലും പിഴവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവാണ് കൊടുത്തത്. കൊണ്ടുവന്ന ജിബ്രീൽ മുത്താഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്നവനാണ്, വിശ്വസ്തനാണ്. അത് കൊടുത്ത റസൂലാകട്ടെ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാത്ത പ്രവാചകനാണ്. എന്നിട്ട് മുത്തുനബി ഖുർആനിലായിട്ട് നമ്മളോട് അടുത്ത ആയത്ത് ഓതി തന്നു. ഇത്രയും വ്യക്തമായി വഹി കിട്ടിയിട്ടും ഫഅൈന തദ്ഹബൂൻ, ഇനി എവിടേക്കാ നിങ്ങളുടെ പോക്ക്, എവിടേക്കാ നിങ്ങളുടെ യാത്ര? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു അന്യപുരുഷനെ, അന്യ സ്ത്രീയെ തൊടുന്നതിനേക്കാളും നല്ലത് ലഅൻ യുതഅന ഫീ റഅസി റജുലിൻ ബിമിഖിയത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ആണി കൊണ്ട് അവന്റെ തലയിലൂടെ അടിച്ചു താഴ്ത്തലാ. ഖൈറുൻ അയ്യമസ്സ ഇംറഅതൻ ലാ യഹില്ല ലാ, അവൻ അനുവാദമില്ലാത്തൊരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് മുഹർദാവിലൂടെ ആണി അടിച്ചിറക്കലാണ്. അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതിൽ ഒതുങ്ങിയിട്ടുള്ള വോട്ട് പിടിച്ചു മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ, ഹഗ് ചെയ്യാൻ, ഒരു അന്യപുരുഷനും അന്യസ്ത്രീയെ കൈ കൊടുക്കാൻ, ഷെയ്ക്കൻഡ് കൊടുക്കാൻ നമുക്ക് അവകാശമില്ല. ഇതൊക്കെ ഒരു സോഷ്യലിസത്തിന്റെ പേരിൽ അള്ളാന്റെ ഹബീബ് ബൈഅത്ത് വാങ്ങുമായിരുന്നു. പുരുഷന്മാർ റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് ബൈഅത്ത് ചെയ്യുമ്പോ മുത്തുനബി കയ്യിൽ തൊടാൻ ഒരൊറ്റ സ്ത്രീയെ പോലും അനുവദിച്ചിട്ടില്ല. അതിനേക്കാളും വലിയ ബൈഅത്തൊന്നുമില്ലല്ലോ, നിങ്ങളോട്ട് നമുക്ക് തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുമ്പോ അള്ളാന്റെ ഹബീബിന്റെ കൂടെ നിൽക്കാമെന്ന പ്രവാചകനോട് ബയ്യത്ത് ചെയ്ത വനിതകളിൽ നിന്ന് ഒരാളോടും റസൂൽ കൈതൊട്ട് ബയ്യത്ത് വാങ്ങിയില്ല എന്ന, ആണുങ്ങളിൽ നിന്ന് മാത്രം കൈതൊട്ട് വാങ്ങി. തീർന്നില്ല. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുത്തുനബിയെ പറ്റി പറഞ്ഞ ഒരൊറ്റ സ്ത്രീയെ പോലും അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചിട്ടില്ല. ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇതിന് മുന്നിൽ നയിക്കുന്ന ആളുകളോടും കൂടെ നിൽക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും അധികാരമോഹങ്ങൾ നമ്മളെ വഞ്ചിക്കരുത്. അധികാരമോഹം ഉണ്ടാവരുത്. കാരണം അധികാരം നല്ലത് അമാനത്താൻ. ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ നേതാക്കന്മാരായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന്റെ അധികാരികളായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, അധികാരം അമാനത്താൻ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണക്കാരന് സീറ്റ് കിട്ടിയില്ലേ, ഇന്ന് എന്റെ ആദർശങ്ങളും നയങ്ങളൊക്കെ മാറി, ഞാൻ അടുത്തേക്ക് മാറാൻ, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ അധികാരത്തെ മോഹിക്കുന്നവൻ ഒരു കാലത്തുമാകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മനുഷ്യന് അത്യാഗ്രഹമുണ്ട്, അവനൊരിക്കൽ അധികാരങ്ങളെ വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടൂല. ഇന്നക്കും സതഹരിസൂന അലൽ ഇമാറാ, നിങ്ങളെ നേതൃത്വത്തിനെ അത്യാഗ്രഹം വെക്കുന്നവരാണ്. ആഗ്രഹിക്കണവരാണെന്നല്ല മുസ്ലിം നബി പറഞ്ഞേ, അത്യാഗ്രഹം വെക്കണവരാണ്. വസതകൂന നിദാമതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതൊരു ഖേദമായി മാറുമെന്നാണ്. ഖിയാമത്ത് നാളിൽ അത് വലിയ ഖേദമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഒരു അധികാരത്തെ മോഹിച്ച് നടക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട. അല്ലാഹു തആല തീർച്ചയായും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗാണ്. അഥവാ നമ്മളിൽ അധികാരം വന്നാൽ അതിനെ ഏറ്റവും മനോഹരമായി നിറവേറ്റാന്നല്ലാതെ അത് കിട്ടണമെന്ന് മോഹിച്ച് നടക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് ഈ ഒരു ഇലക്ഷൻ കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചു കാര്യങ്ങളാണ്. ദുർപക്ഷെ ഇത് പറയണത് ഇത് അള്ളാന്റെ ദീനാണ്. എനിക്കത് അഡ്ജസ്റ്റ്മെന്റ് വരുത്തി പറയാൻ കഴിയില്ല. നമ്മൾ എത്ര സൂക്ഷിക്കുന്നുവോ അത്രയും നമ്മളുടെ പരലോകത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ അധികാര മേഖലകളിൽ നേതൃത്വങ്ങളോട് മോഹം വെക്കാൻ പാടില്ല. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഗവർണർമാരിങ്ങനെ നിയോഗിക്കാം. അബൂദറുൽ ഗഫാരി റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, റസൂലേ അലാ തസ്തഅമിറുനി, എനിക്ക് ഉദ്യോഗമൊന്നും തരുന്നില്ലേ, എന്നെ ഗവർണറായി നിയമിക്കണില്ലേ നബിയെ? അള്ളാഹിന്റെ ഹബീബ് പറയാണ് ഇന്നക ലഈഫ്. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, അബൂദറേ, താങ്കളുടെ ഒരു ദുർബലനാണ്. വഇന്നഹ അമാന, ഇത് വലിയൊരു അമാനത്താണ്. ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ വലിയൊരു അമാനത്താണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമ, പരലോകത്തിന് സങ്കടമാണ്, ഇത് നിന്ദയാണ്, ഖേദമാണ് അധികാരം എന്നുള്ളത് പരലോകത്ത്. എന്നിട്ട് പറയാണ് ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിന്റെ ഹക്കിനെ അതുപോലെ സ്വീകരിച്ചവനല്ലാതെ, വഅദ്ദല്ലദി അലൈഹി ഫീഹാ, അതിലവൻ നടത്തേണ്ടുന്ന കടമകളെ കൃത്യമായി ചെയ്തവനല്ലാതെ അത് നിന്ദയാണ്, അത് ഖേദമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പള്ളിയുടെ ഭരണം മാത്രമല്ല, നമ്മളാണ് ഒരു പഞ്ചായത്തിന്റെ മെമ്പർ ആവണതെങ്കിൽ പോലും എന്റെ കടമ നമ്മൾ നിർവഹിച്ചോളണം, ഇല്ലെങ്കിൽ പരലോകത്ത് നിന്ദയാണ് എന്നുള്ളതാണ്. മുത്തനബി എന്താ പറഞ്ഞേ? തന്റെ പ്രജകളെ വഞ്ചിച്ചുകൊണ്ടാണ് ഒരു ഭരണകർത്താവ് വിട പറയുന്നതെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിട്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഒഴിയാൻ നോക്കിയ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ഫൈറൂസ് അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതലമൂർത്തിയുള്ള കടാര പരതവണ വയറ്റിലൂടെ പ്രഹരിച്ച് രക്തം വാർന്ന ലോകത്തോട് വിട പറയുന്ന രംഗങ്ങളിൽ 6 പേരെ സെലക്ട് ചെയ്ത് ഇവരിൽ ഒരാളെ നിങ്ങൾ അടുത്ത ഭരണാധികാരിയായി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, 6 പേരുടെ കൂട്ടത്തില് അങ്ങയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയും ഉൾപ്പെടുത്തിയാലോ? അദ്ദേഹം കൂടി ഇരിക്കട്ടെ, ചർച്ചയിൽ കഴിവുള്ള ആളല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, അള്ളാഹുവിന്റെ കോടതിയില് ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് മാത്രം കണക്ക് പറഞ്ഞാലും മതി, ഒരാള് മാത്രം കണക്ക് പറഞ്ഞാലും മതി. പ്രിയമുള്ളവരെ, അത്ര വലിയ അമാനത്താണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് പാർട്ടിക്കാരോടല്ല, സ്ഥാനാർത്ഥികളോട് മാത്രമല്ല, അവരുടെ കൂടെ പോകുന്നവരോടുമാണ്, അവരുടെ കൂടെ നടക്കുന്നവരോടുമാണ്. അനാവശ്യമായ പൊള്ള വാഗ്ദാനങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം മുനാഫിഖിന്റെ അടയാളങ്ങളിൽ അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെന്ന് പറഞ്ഞില്ലേ, അവരോ അമാനത്തുകളെ അവരെങ്ങാനും ഒരു കരാർ പറഞ്ഞാൽ വഇദാ വഅദ അഖ്ലഫ, കരാർ പറഞ്ഞാൽ കരാർ അവർ ലംഘിക്കും. തൽക്കാലം ജയിക്കാൻ ഇല്ലാട്ടോ, അങ്ങനെ ഒരു നിലപാട് ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പറഞ്ഞ മേഖലകളെ കൃത്യമായി ശ്രദ്ധിക്കാൻ നാവിനെയും അവരുടെ ശരീരങ്ങളെയും അവരുടെ ഇബാദത്തുകളെയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, 24 മണിക്കൂർ ജീവിക്കുന്ന നമ്മള് അള്ളാന്റെ മുമ്പിൽ ഓരോ വ്യക്തിയിലും എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ദിവസം അള്ളാഹിനോട് പറയുന്നില്ല, എന്റെ നമസ്കാരമാവട്ടെ, ആരാധനാക്രമങ്ങളാവട്ടെ, എന്റെ ജീവിതവും എന്റെ മരണവും ആർക്കാണ്? അള്ളാഹുവിനാണ്, ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് അള്ളാഹിനോട് എടുത്തു പറയുന്നൊരു വാക്കുണ്ട്, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാനല്ല, ഞാൻ മുസ്ലിമാനല്ല. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? അസ്ലമ യുസ്ലിമു ഇസ്ലാം ഫഹുവ മുസ്ലിം. ആരാണ്? അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചവനാണ്, എല്ലാം അള്ളാഹ്ക്ക് കീഴടങ്ങിയവനാണ്. നിന്റെ നാവ് എന്താകണമെന്ന് അള്ളാഹ് പറഞ്ഞുവോ അവിടെ നാവിനെ നിലനിർത്താൻ,
നിന്റെ ഭാഷ എന്താകണമെന്ന്, നിന്റെ പ്രവൃത്തി എന്താകണമെന്ന് അല്ല പറഞ്ഞുവോ അതുപോലെ നിയന്ത്രിക്കാൻ, നിന്റെ വേഷവിധാനം എന്താണെന്ന്, ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ എന്താകണമെന്ന് അവിടെ ചിന്തിക്കാൻ. അതുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ ആഘോഷത്തിന്റെ തിമിർപ്പിലേക്ക് നമ്മൾ മാറുന്നതിന് മുമ്പ് ഒരു വിശ്വാസി എന്ന എന്റെ സ്റ്റാൻഡ് അത് വ്യക്തമായിരിക്കാൻ നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ ദീനിന്റെ അകമ്പടിയിലൂടെ മുന്നോട്ട് പോവാൻ, ആ ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനനുസരിച്ച് ലോകത്തോട് വിട പറയാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളുടെ പള്ളിയിലെ എല്ലാ വെള്ളിയാഴ്ചയും ജുമക്ക് വരേണ്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന് പലതവണ അദ്ദേഹം പറയലുണ്ട്, ഉറക്കത്തിനിടയിൽ ഫിക്സ് വരുന്ന ഒരു പ്രശ്നം ഉറക്കത്തിലാണ് സംഭവിക്കാം. അപ്പൊ അതിന് മെഡിസിൻസ് എടുത്തിട്ടൊന്നും ഒരു ശിഫ കിട്ടണില്ല. ഇന്ന് രാവിലെ അദ്ദേഹം സങ്കടത്തോടെ വിളിച്ചു, ഇന്ന് എനിക്ക് ജുമക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല, ഇന്നലെ രാത്രിയിൽ വീണ്ടും ഉറക്കത്തിനിടയിൽ ഫിക്സ് വന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാണ്, അല്ലാഹുവേ പൂർണ്ണമായ ഷിഫ ആജിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പൂർണ്ണമായ ആഫിയത്തോടുകൂടെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخوان المسلمين المجاهدين المضاعفين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.